ചർച്ചയിലേക്ക് വരും മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ രക്ഷകർത്താവ് ചേരുന്നുണ്ട്. ചേട്ടൻ എന്നെ വിളിക്കുമ്പോൾ പറയുകയായിരുന്നു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളാണ്, അവൾ പഠിക്കാൻ നല്ല മിടുക്കിയായ വിദ്യാർത്ഥിയാണ്, നൃത്തമടക്കമുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിലൊക്കെ സ്കൂളിൽ വളരെ മികച്ച പ്രകടനം നടത്തുന്ന മിടുക്കിയായ ഒരു വിദ്യാർത്ഥിനി. ആ കുട്ടി ചെന്നുപെട്ട ഒരു റാക്കറ്റിൽ പെടുകയും താങ്കൾ വളരെ യാദൃശ്ചികമായി കണ്ടുപിടിക്കുകയും ആ കുട്ടിയെ രക്ഷയെടുക്കുകയും പിന്നെ അതിനെതിരായ ഒരു പോരാട്ടമായി താങ്കൾ ഇറങ്ങിയ കാര്യമൊക്കെ പറഞ്ഞ് ഒരു 3 ദിവസം മുമ്പ് താങ്കൾ എന്നെ ഫോൺ വിളിച്ചു. ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ, താങ്കളുടെ 9ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന മകൾ എങ്ങനെയാണ് ഈ ലഹരിയിലേക്ക് പോകുന്നത്? ഒരു 10 മാസം മുമ്പ് 10 മാസമായിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാം വഴി ഒരു പയ്യനായിട്ട് ഇങ്ങനെ ചാറ്റിങ് തുടങ്ങിയായിരുന്നു. ഞങ്ങൾക്കത് ആദ്യം അറിയില്ലായിരുന്നു. സ്കൂളിൽ ടീച്ചർ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കിത് മനസ്സിലായി ഞങ്ങളിത് വാണിംഗ് കൊടുത്ത് നിർത്തിച്ചതായിരുന്നു. വീണ്ടും ഇവർ തമ്മിൽ വീണ്ടും ചാറ്റിങ് തുടങ്ങി. അതൊക്കെ ഞങ്ങളുടെ ഫോണിൽ നിന്നല്ല, സ്കൂളിൽ വേറെ കുട്ടികൾ ഫോൺ കൊണ്ടുവരും. അപ്പൊ അതിൽ നിന്നാണ് വീണ്ടും ഇവർ തുടങ്ങിയത്. അങ്ങനെ തുടങ്ങി അവസാനം ഇപ്പൊ 2 ആഴ്ച മുമ്പ് ഇവന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ പോലീസിൽ പരാതി കൊടുക്കേണ്ടി വന്നു. ഞാൻ ഇവന്റെ വീട്ടിൽ ചെന്നായിരുന്നു. വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ചേട്ടൻ വീട്ടിൽ നിന്ന് പോക്കോ, ഞങ്ങൾ വേറെ മൂഡിലാണ്, തട്ടിക്കളയുന്നുള്ള രീതിയിലാണ് ഇവർ പറയണത്. പിന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ ലഹരി കൊടുക്കുന്ന ആള്. അതെ, സപ്ലയർ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇവരൊരു ഗ്യാങ് ഉണ്ട്. നമുക്കൊരു സ്കൂളിലാണ് പഠിക്കുന്നത്. ഇവരൊരു ഗ്യാങ് ഉണ്ട്. അത് പല കാക്കനാട് അങ്ങനെ പല സ്ഥലത്തുള്ള പിള്ളേരാണ്. അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഗ്യാങ് അയക്കണേണ്. ഇവര് ഈ കഞ്ചാവ് മാത്രമല്ല, എൻ്റെ ഫുൾ വീഡിയോ ഉൾപ്പെടെ എൻ്റെ കയ്യിലുണ്ട്. ഞാനിത് പോലീസിൽ പരാതിപ്പെട്ട് പിന്നെ കൗൺസിലിംഗ് കഴിഞ്ഞ് പിന്നീടുള്ള എൻ്റെ അന്വേഷണത്തിൽ നിന്നാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ പുറകിലായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടിയുടെ മകളുടെ വിഷയം അറിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തകർന്നു പോയപ്പോൾ ഇതേപോലെ തന്നെയല്ല മറ്റുള്ള മാതാപിതാക്കളും. അപ്പൊ ഇനി ഒരു പഠിക്കുന്ന കുഞ്ഞ് എങ്ങനെയാണ് ഇതിലേക്ക് പോയി പെടുന്നത്? ഇപ്പൊ ഈ കുട്ടിക്ക് എങ്ങനെയാണ് ഇത് ആദ്യം കൊടുക്കുന്നത്? എങ്ങനെയാണ് അത് ഇവര് കണ്ടപ്പോഴത്തേക്ക് കിൻഡർ ജോയ് ആദ്യം കൊടുത്തെന്ന് പറയുന്നത്. കിൻഡർ ജോയിൽ ഒരു പൊടി ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. അത് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. കിൻഡർ ജോയിൽ ഒരു പൊടിയിട്ട് കൊടുത്ത് പിന്നെ ഇവര് ഈ ഡയറി മിൽക്ക് ഉണ്ടല്ലോ, ഡയറി മിൽക്ക് കാണുമ്പോൾ ഡയറി മിൽക്ക് കൊടുക്കും പറയും. ഈ ഡയറി മിൽക്ക് അതിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ട്. അതിന്റെ വീഡിയോസ് ഉൾപ്പെടെ എൻ്റെ കയ്യിലുണ്ട്. ഈ ഡയറി മിൽക്കിൽ ഇവര് എന്തോ പൗഡർ ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. അത് നമ്മൾക്ക് അറിയില്ലായിരുന്നല്ലോ. പെട്ടെന്ന് സ്വഭാവത്തിൽ വ്യത്യാസം, ഒരു ചെറിയൊരു ഇതുപോലെ വന്ന് പിന്നെ ഞരമ്പ് കണ്ടിച്ച് സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തി. അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കൂട്ടുകാരത്തേക്ക് മെസ്സേജ് അയച്ചത് ഞങ്ങൾ ഇപ്പോഴാണ് അതൊക്കെ കണ്ടത്. ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ഈ അടുത്താണ് കണ്ടത്. കണ്ട് ഞാൻ പോലീസിൽ പരാതിപ്പെട്ട് പിന്നെ എനിക്കിത് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഒരു സുഹൃത്താണ് പറഞ്ഞത്, 24 ന്യൂസിലെ ഹാഷ്മി സാറോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇത് സപ്പോർട്ട് കിട്ടും. അപ്പം ഞാനവിടെ തകർന്നടിഞ്ഞിരിക്കണമെന്ന് മനസ്സായിരുന്നു. എനിക്ക് ആരോട് പറയണം, എന്ത് പറയണമെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പം ഞാൻ അങ്ങനെയാണ് സാറിന് ഞാനിത് ഫുൾ വീഡിയോസ് അയച്ചു തരണത്. ചേട്ടാ, നമ്മൾ വളരെ വിശദമായ വാർത്ത ചെയ്യുന്നു. ചേട്ടാ, എനിക്കറിയേണ്ടത്, ഇത് വളരെ യാദൃശ്ചികമായി ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ ഈ കുട്ടിയെ കാണാതായപ്പോൾ അങ്ങനെ വീട്ടിൽ വരുന്നുണ്ട്, വീട്ടിൽ വന്ന് പിടിച്ച് അതിന്റെ പിന്നാലെ ചേട്ടൻ നടത്തുന്ന അന്വേഷണത്തിൽ ഇതൊരു വലിയ എന്ന് പറഞ്ഞാൽ ഈ വലിയ ഗ്യാങ് എന്ന് പറയുന്ന ഈ ഗ്യാങ്ങിനകത്ത് 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ തന്നെയാണ് അല്ലേ? അതെ. അത് മാത്രമല്ല ഇവർക്ക് വലിയ മുതിർന്നവരുമായിട്ട് കണക്ഷൻ ഉണ്ട്. വെണ്ണല സ്കൂളിൻ്റെ അവിടെ ഉള്ള ഒരു ബായിയാണ് ഇവർക്ക് ഒരു ഇത് കൊടുക്കുന്നത്, ഒരു കഞ്ചാവ് സപ്ലൈ ചെയ്യുന്നത്. ഇവരെ എല്ലാ വീഡിയോസും പിന്നെ നോർത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. പല മേഖലകളിൽ നിന്ന് ഇവർക്ക് ഈ കഞ്ചാവ് കിട്ടുന്ന ഏരിയ ഇവർ പറയുന്നുണ്ട്. അതിൽ തന്നെ പറയുന്നുണ്ട്. ഇവരെ ചാറ്റിങ്ങിൽ പറയുന്നുണ്ട്. ഇവര് രാത്രി ആകുമ്പോഴത്തേക്കും 7 മണിയാകുമ്പോൾ പണിക്കിറങ്ങാന്നാണ് ഇവർ പറയണത്, തമ്മിൽ പറയണത്. ഈ പിള്ളേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു, പറയുന്നത് ട്യൂഷന് പോകാന്നൊക്കെ പറയുമായിരിക്കും. എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് പോകുന്നു, ഇത് മേടിക്കുന്നു, കൊടുക്കുന്നു. ഇത് എടുക്കാൻ പൈസ ഇല്ലാതെ സ്കോർ എന്നാണ് ഇവർ ഇതിന് ഉപയോഗിക്കുന്ന ഭാഷ, ഇത് കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭാഷ. എനിക്ക് ഇതൊക്കെ അവരുടെ ചാറ്റിങ്ങിൽ നിന്ന് മനസ്സിലായതാ. ഇത് എടുക്കാൻ പൈസ ഇല്ലാതെ വരുമ്പോൾ അവർ ഇരുമ്പ് മുറിച്ച് വിൽക്കുന്നുണ്ട്. അതൊക്കെ ഇവരുടെ ചാറ്റിങ്ങിലുണ്ട്. അതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇരുമ്പ് മുറിച്ച് വിൽക്കുന്നുണ്ട്, ബൈക്ക് മോഷ്ടിക്കുന്നുണ്ട്. ഒരു കടയിൽ ഉച്ചക്ക് കത്തിരിക്കടവിലുള്ള ഒരു കടയിൽ കയറിയിട്ട് പൈസ ഉൾപ്പെടെ മോഷ്ടിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിനാന്ന് ചേട്ടാ, നമ്മൾ ഈ ഒരു സിഗരറ്റ് വാങ്ങുന്ന പോലൊന്നും അല്ലല്ലോ. ഇതിന് ഒരു ഒറ്റത്തവണ ഇണ്ടേക്കിന് 1000, 2000, 3000 രൂപ ചെലവ് വരുമ്പോൾ ഇതെങ്ങനെയാണ് ഈ കുട്ടികൾ പണം കണ്ടെത്തുക? പണം കണ്ടെത്താൻ മോഷണം അല്ലെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയോട് ചോദിക്കുക, അമ്മ പൈസ കൊടുക്കുന്നതിൽ കൊല്ലുക. എല്ലാം സാധാരണ വീട്ടിലെ കുട്ടികളെ അവര്. ഇത് ചേട്ടൻ സ്കൂളിൽ പറഞ്ഞോ? സ്കൂളുകളിലൊക്കെ പറഞ്ഞോ? ഞാൻ സ്കൂളിൽ പറഞ്ഞ് ഇവരെ മെസ്സേജ് ഉൾപ്പെടെ അയച്ചു കൊടുത്തിട്ടുണ്ട്. പോലീസിന് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം മീഡിയ എന്ന നിലയിൽ സാറിന് മെസ്സേജ് തന്നിട്ടുണ്ട്. ഞാൻ നാർക്കോട്ടിക്സ് വിഭാഗത്തിലേക്കുള്ള ഞാൻ എൻ്റെ അന്വേഷണം ഉണ്ട്. എനിക്ക് എവിടെ കൊടുക്കണമെന്ന് അറിയില്ല. ഞാൻ അവരുടെ ഡീറ്റെയിൽ കിട്ടിയാൽ ഞാൻ അവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കും.
ചേട്ടാ ഇത് മകളുടെ സ്വഭാവത്തിൽ ഏതെങ്കിലും തരത്തിൽ ആലോചിച്ച് നോക്കണം. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്ന് പറയുമ്പോൾ എന്ത് പ്രായമാണുള്ളത്? അതിന് ഈ പറഞ്ഞ കിൻഡർ ജോയ് എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഈ പൊടിയിട്ട് കൊടുത്താൽ അതെങ്ങനെ അറിയാനാ? ആദ്യം കഴിക്കും, രണ്ടാമത് കഴിക്കും, മൂന്നാമത് കഴിക്കും, കഴിച്ചു കഴിയുമ്പോഴേക്കും ഇത് അഡിക്റ്റ് ആവുമ്പോഴേക്കും പിന്നെ ഇവരെ സപ്ലയർമാരാക്കുക എന്നുള്ളതാണ് ഇവരുടെ മോഡസ് ഓഫ് പ്രാൻഡി. ഈ ചേട്ടൻ യാദൃശ്യമായിട്ട് എങ്ങനെ കണ്ടുപിടിച്ചത് കാരണം ആ കുട്ടി രക്ഷപ്പെടാത്ത എത്ര കുട്ടികൾ ഉണ്ടാവും ചേട്ടാ അങ്ങനെയാണെങ്കിൽ ഈ അവസ്ഥയിൽ? എന്റെ അന്വേഷണത്തിൽ ഇവിടെ പഠിക്കുന്ന മിക്ക സ്കൂളുകളിൽ ഇവരുടെ ഗ്യാങ്സ് ഉണ്ട്, അതായത് ചങ്ങലകളുണ്ട്. ഞാൻ സ്കൂളിന്റെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. മിക്ക സ്കൂളുകളിൽ ഞാനത് ഡീറ്റെയിൽസ് തരാം. ഡീറ്റെയിൽസ് ഞാൻ സാറിന് കുറച്ചിട്ടുണ്ട്, കുറച്ച് ഡീറ്റെയിൽസ് എടുക്കാം. ഇനി ഇതിൽ ഒരാളെ പിടിച്ചിട്ട് അവരുടെ മൊബൈലിൽ എന്നെ ഇൻസ്റ്റാഗ്രാം എടുത്തു കഴിഞ്ഞാൽ എന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ചേട്ടൻ എനിക്ക് അയച്ചെന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പൊ അതിനകത്ത് ഇവർ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാറ്റസ് എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ ഇടുന്നതാണ്. ആ ഇടുന്നതിനകത്തൊക്കെ ഈ സാധനം ചുരുട്ടി വെച്ച് കത്തിച്ച് വെച്ച് അത് കിട്ടുന്ന സാധനം, പോയി വലിച്ച സാധനം, നല്ല അത് കെമിക്കൽ ആണെങ്കിലും നല്ല ഗംഭീരമായിരുന്നു എന്ന് പറയുന്ന ഓഡിയോ സൗണ്ട് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുട്ടികളാണ് ഇതിലൊക്കെ പെടുന്നത് അല്ലേ? കുഞ്ഞു കുട്ടികളാണ് ഇത് സ്റ്റാറ്റസ് ഇടുന്നതല്ല, ഇവരുടെ ഗ്രൂപ്പ് ഉണ്ട്, ഗ്രൂപ്പ് ചാറ്റിംഗ് ആണ്. ഗ്രൂപ്പ് ചാറ്റിംഗ് അല്ല, സ്റ്റാറ്റസ്. ഇത് എല്ലാവർക്കും കാണാൻ പറ്റില്ല. ഇവര് തമ്മിൽ ഒരു ഗ്യാങ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെയൊക്കെ ഒരു ചെറിയ മിനി അധോലോകം എന്ന് പറയാം. അത് ഇവർക്ക് ഈ സാധനം നമ്മുടെ കേരളത്തിൽ എവിടെയൊക്കെ കിട്ടുന്ന പോലും ഇവർക്കറിയാം. നോർത്ത് സ്റ്റേഷനിൽ വരുന്നുണ്ട്, അതൊക്കെ അവർ ചർച്ചയിൽ വരുന്നുണ്ട്. അല്ല ഏട്ടാ, ഞാൻ ചോദിക്കുന്നത് ഈ കുട്ടികൾക്ക്, ഈ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് ബൾക്കായി ഇപ്പൊ ചേട്ടന്റെ മകൾക്ക് കൊടുത്തു എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനാണ്, അവനൊരു സപ്ലയർ ആണ്. ഒരു പക്ഷെ അവനും ഇത്തരത്തിൽ ഈ വലയിൽ പെട്ടുപോയി ഇത്തരത്തിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി സപ്ലയർ ആവുന്ന ആളായിരിക്കുമല്ലോ. അപ്പൊ ഈ സപ്ലയർക്ക് സാധനം കിട്ടണമല്ലോ. ഈ സാധനം എവിടുന്ന് കിട്ടുന്നു എന്നുള്ളതാണ് ചേട്ടന്റെ ചെറിയ അന്വേഷണം. ചേട്ടൻ മാത്രം അന്വേഷണം എല്ലാം വ്യക്തമാണെന്ന് ഞാൻ പറയുന്നത്. എങ്കിലും ഇതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആളെന്നുള്ള നിലയ്ക്ക് ഇത് എവിടുന്ന് കിട്ടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് വെണ്ണല സ്കൂളിന്റെ അവിടെ ഉണ്ട്. വെണ്ണല സ്കൂളിന്റെ അവിടെ ഒരു ഹിന്ദിക്കാരുണ്ട്, ബായി ഉണ്ട്. പിന്നെ നോർത്ത് സ്റ്റേഷനിന്റെ അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ പറവൂരുണ്ട്. അങ്ങനെ വിവിധ കേന്ദ്രങ്ങൾ ഇവർ തന്നെ പറയുന്നുണ്ട്. ഓരോ സ്ഥലത്തും കിട്ടുന്ന ഇതിന്റെ ഐറ്റത്തിന്റെ ക്വാളിറ്റി ഇവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അവിടെ കുറച്ചും കൂടി നല്ല സാധനമാണെന്നുള്ള രീതിയിലൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ട്. ചേട്ടാ ഇത് പോലീസിൽ പരാതിപ്പെട്ടിട്ട് എന്തെങ്കിലും നടപടി ഉണ്ടായോ? പോലീസിൽ പരാതിപ്പെട്ടതുകൊണ്ടത്തേക്ക് ഇതിന്റെ പരിമിതികളാണ്. ഞാനിപ്പോൾ സാറിലേക്ക് വരാൻ കാര്യം, സാറിന് പരിമിതി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സാറിലേക്ക് വരാൻ വന്നത്. കാരണം എന്ന് വെച്ചപ്പോൾ ഞാൻ എൻ്റെ സ്റ്റേഷൻ അതിർത്തിയിൽ പരാതിപ്പെട്ടു കഴിഞ്ഞാൽ ഇവർ ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് ഒരുമിച്ച് താമസിക്കുന്ന ആൾക്കാരല്ല. അതായത് ഇപ്പോൾ കാക്കനാട് മാത്രം താമസിക്കുന്ന കുട്ടികളല്ല. ഇവർ സ്കൂളിൽ പഠിക്കാൻ വന്നത് പല സ്ഥലത്തു നിന്നാണ്. അതായത് കാക്കനാടുണ്ട്, കത്രിക്കടവുണ്ട്, വെണ്ണലയുണ്ട്, അങ്ങനെ പല പല സ്ഥലത്തു നിന്നാണ് വന്നേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു സ്റ്റേഷൻ അതിർത്തി ഇവർക്കെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല. അപ്പൊ അതൊരു പരിമിതിയാണ് പോലീസിന്റെ. ചേട്ടനോട് ഫോണിൽ സംസാരിക്കുമ്പോൾ ചേട്ടന് മകൾ ഒരു രാത്രി ഇറങ്ങിപ്പോയ കാര്യം പറഞ്ഞിരുന്നു. ഒന്ന് ഇറങ്ങി നടന്നു ചേട്ടൻ അത് പിന്നാലെ പോകുമ്പോഴേക്കും അവർ പോകുന്നത് ഒരു ഗ്രൗണ്ട് പോലെ എവിടെ ഒരു സ്ഥലത്താണ്. അതിന്റെ പിന്നാലെ അടുത്ത അന്വേഷണത്തിൽ ചേട്ടൻ പറഞ്ഞത് അവിടെ ഒരു കൂട്ടായ്മ രാത്രി ഉണ്ടാവുകയാണ് എന്ന് പറഞ്ഞാൽ ആരുമില്ലാത്തൊരു സ്ഥലം. അവിടെ ഈ കുട്ടികൾ വരുന്നു, കുട്ടികൾ വന്ന് യഥേഷ്ടം ലഹരി ഉപയോഗിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും ഇതാരുടെ ശ്രദ്ധപ്പെടുന്നുമില്ല.